വിധിപ്പകർപ്പ് ഇപ്പോൾ ഇത്രയും മണിക്കൂറായിട്ടും ലഭ്യമല്ല, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല. അതിൻ്റെ ഹാർഡ് കോപ്പി അഭിഭാഷകർ കൈമാറുമെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. അത് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് തോന്നുന്നു കോടതി. അതിന് പല കാരണങ്ങളും ഉണ്ടാവും, സ്വകാര്യത പോലുള്ള പല കാരണങ്ങളും ഉണ്ടാവും. ഏതായാലും ആ വിധിന്യായം വലിയ തോതിലുള്ള ഒരു പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാകുമോ അത് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക? ഇല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. നോക്കൂ, നിർഭയ കേസിലെ വിധിയും കത്വ കേസിലെ വിധിയും ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ വിധിയും ഇതിനെക്കാട്ടും ഇതൊരു സിനിമാ നടിമാർക്കോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള വിക്ടിംസിനോ മാത്രം പ്രത്യേക നിയമമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ടും എക്സ് 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 വേഴ്സസ് പിന്നെ എന്താണ് ഇന്ന ആൾ എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന കേസിൽ സ്വാഭാവികമായിട്ടും പറയാറുള്ളത്. ഇത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് പൾസർ സുനിയാണ്. അതായത് സുനിൽ NS പൾസർ സുനി 118 SC നമ്പർ 118 2018 അപ്പം സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവിധ സ്വകാര്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളൊരു നിഷ്കർഷയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സിനിമാ നടിമാരോ സിനിമാ മേഖലയിലുള്ള ആളുകളോ സെലിബ്രിറ്റികളോ ഇതിൽ പ്രതികളായി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ നൺസോ അതായത് കന്യാസ്ത്രീകളോ ഒക്കെ ആയാൽ ഒക്കെ ചെയ്യാം എന്നുള്ള അങ്ങനെയൊന്നും ഒരു നിഷ്കർഷയില്ല. അതെനിക്ക് സാങ്കേതികമായിട്ട് എന്തെങ്കിലും തരത്തിൽ അത് ഈ പറയുന്ന 2000-ഓ 3000-ഓ ഒക്കെ പേജുകളുള്ളത് 1700 ഞാൻ ചില ഇതിൽ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാങ്കേതികത മാത്രം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തു വിടരുതെന്ന് സുപ്രീം കോടതിയുടെ നിഷ്കർഷയുള്ള അല്ലെങ്കിൽ നിയമത്തിൻ്റെ നിഷ്കർഷയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനോ ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്.